തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ചേലക്കര അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 4ാം ദിവസമായ ശനിയാഴ്ച കൃഷ്ണാവതാര പാരായണം ഭക്തിസാന്ദ്രമായി നടന്നു. ചേലക്കര അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 4ാം ദിവസമായ ശനിയാഴ്ച രാവിലെ 6 മണിക്ക് വിഷ്ണു സഹസ്രനാമം, സമൂഹ പ്രാർത്ഥന എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഗജേന്ദ്രമോക്ഷം, പാലാഴി മഥനം, കൂർമാവതാരം, ധന്വന്തരി പ്രാദുർഭാവം എന്നിങ്ങനെ പ്രധാന പാരായണം നടന്നു. ദേവന്മാരുടെ ആവശ്യത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചുകൊണ്ട് വന്നല്ലേ, എന്നാൽ കുറച്ച് ഡിമാൻഡ് വെക്കാതെ കൗത്സരം തോന്നി. കൗത്സരം പറഞ്ഞു, ഞാൻ യുദ്ധമൊക്കെ ചെയ്യാം, യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേവേന്ദ്രൻ എന്റെ വാഹനമായിട്ട് വരണം തോന്നുന്നു. ദേവേന്ദ്രന്റെ പുറത്ത് കയറിയിട്ടുണ്ട്, ഞാൻ യുദ്ധം ചെയ്യുള്ളൂ. ഒരു കാളയുടെ രൂപത്തിൽ ദേവേന്ദ്രൻ വന്നു വരുമ്പോൾ അതിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ യുദ്ധം ചെയ്യുള്ളൂ. ഗതിയില്ലാതെ ദേവന്മാർ സമ്മതിച്ചു. ഒരു കാളയെ പോലെ ദേവേന്ദ്രൻ വന്നു നിന്നു. അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കൗത്സരം യുദ്ധം ചെയ്തു. അങ്ങനെ ദേവന്മാരെ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ആ കാളപ്പുറത്ത് കയറി ഇരുന്ന് കൗത്സ യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇത് കൗത്സം എന്ന് പേര് കിട്ടിയത്. കൗത്സന്റെ കഥ. യുവനാശ്വൻ എന്ന് പറയുന്ന രാജാവ്, അല്ലേ, യുവനാശ്വൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന് അത്ഭുതമായിട്ട് കഥകളാണ്, പറഞ്ഞ തീരൊന്നുമില്ല. ഏതായാലും യുവനാശ്വൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന് പുത്രന്മാരാകേണ്ട ആ യാഗമൊക്കെ ചെയ്തു. കാട്ടിൽ പോയിരുന്ന യാഗമൊക്കെ ചെയ്തു. അനവധി ഭാര്യമാരുണ്ട്. കാട്ടിൽ പോയിരുന്ന യാഗമൊക്കെ ചെയ്തു. യാഗം ഏകദേശം കഴിയാറായപ്പോഴാണ് ഒരു ദിവസം രാത്രി യുവനാശ്വന് ദാഹിച്ചു. കിടന്നുറങ്ങുന്ന യുവനാശ്വന് ദാഹിച്ചു. യുവനാശ്വൻ വെള്ളം അന്വേഷിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നടന്നു. അവിടെ കാട്ടിൽ കൊട്ടാരത്തിലാണെങ്കിൽ ധാരാളം സൗകര്യമുണ്ട്. കാട്ടിലൊരു ആശ്രമം കെട്ടി അവിടെ വെച്ചിട്ട് ഈ യാഗമൊക്കെ ചെയ്യണം. അപ്പൊ അവിടെ അത്രയ്ക്ക് അവിടെ സൗകര്യമില്ല. ചെറിയൊരു ആശ്രമമൊക്കെ കെട്ടിയിട്ടാണ്. അപ്പൊ അവിടെ മഹർഷിമാരും തന്റെ ഭാര്യമാരും എല്ലാവരും ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ വെള്ളം അന്വേഷിച്ച് പോയിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും വിചാരിച്ചു. അദ്ദേഹം തന്നെ ഒറ്റയ്ക്ക് വെള്ളം അന്വേഷിച്ചുകൊണ്ട് പോയി അവിടെ ഒരു കുളത്തിൽ വെള്ളം ഇരിക്കുന്നായിരുന്നു, എടുത്ത് കുടിച്ചു. തുടർന്ന് പ്രസാദൂട്ടും, ഉച്ചയ്ക്ക് ശേഷം വാമനാവതാരം, മത്സ്യാവതാരം, ശ്രീരാമാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം, തുടർന്ന് വൈകിട്ട് 5 മണിക്ക് ശ്രീകൃഷ്ണാവതാരവും ഭക്തിസാന്ദ്രമായി പാരായണം നടത്തി. രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഘനശ്യാമ സുന്ദര. തുടർന്ന് കുട്ടികളുടെ കോൽക്കളിയും തിരുവാതിരക്കളിയും അരങ്ങേറി. വൈകിട്ട് 6:30 ദീപാരാധന ഭക്തിസാന്ദ്രമായി നടന്നു.
കൊണ്ടു വിളങ്ങിടും മംഗളമൂർത്തേ നിൻ കഴലടിയൻ മംഗളമതിനായി കൂപ്പുന്നേൻ മംഗളമൂർത്തേ നിൻ കഴലടിയൻ മംഗളമതിനായി കൂപ്പുന്നേൻ മംഗളമൂർത്തേ നിൻ കഴലടിയൻ മംഗളമതിനായി കൂപ്പുന്നേൻ. അംബുജാക്ഷരവിന്ദൻ ജഗന്നാഥൻ വാസുദേവൻ നാരദാദി മുനി ജനവന്ദിതൻ കണ്ണൻ ഗോപികമാരൊരു ദിനം യമുനയിൽ കുളിക്കുമ്പോൾ അറിയാതെ വന്നു തൂകിൽ കവർന്നെടുത്തു ജലകെളി നടത്തുന്ന കരുടിമാർ കൊടുന്നതിൽ മധുരമാമൊരു വേണുനാദം കേട്ടു തുകിലുമായറിയാലും കൊണ്ടിലേറി വസിക്കുന്ന കണ്ണനെ കണ്ടവർ ലജ്ജാവിവശരായി വരുതരുതയോ കൃഷ്ണ എന്നു ചൊല്ലി ഭക്തിയോടെ കൈകൾ കൂപ്പി മരമാകെ ധ്യാനം കൊണ്ടു പരമാത്മ ധ്യാനത്തിന്റെ പൊരുളവർ തോന്നി കൃഷ്ണ. CCV ന്യൂസ് ചേലക്കര.